അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നമ്മുടെ ഗ്രൂപ്പിൽ പലരും പലതവണ ചോദിച്ചൊരു ചോദ്യമാണ്, നിങ്ങളെങ്ങനെയാണ് ഈ റൊക്കിയ ഫീൽഡിൽ അല്ലെങ്കിൽ കൗൺസിലിംഗ് ഫീൽഡിൽ റൊക്കിയ ഫീൽഡിലൊക്കെ എത്തിപ്പെട്ടത്? ഒരു അക്കൗണ്ട്സ് പ്രൊഫഷണലായിരുന്ന നിങ്ങൾ എങ്ങനെയാണ് ഈ ഫീൽഡിലേക്ക് എത്തിപ്പെട്ടതെന്ന് പല ആളുകളും ഗ്രൂപ്പിൽ ചോദിച്ചിട്ടുണ്ട്, പല പേഷ്യൻസും ചോദിക്കുന്നു. അതുകൊണ്ട് നമ്മൾ സക്സസ് സ്റ്റോറീസ് എന്ന ഒരു പരമ്പര മുമ്പും പല വീഡിയോസും ചെയ്ത് വിട്ടിരുന്നു. അതുപോലെ ആളുകൾ ചോദിക്കും, നിങ്ങളുടെ ലൈഫിലുണ്ടായ പ്രധാനപ്പെട്ട കേസസ് ഒന്ന് വിശദീകരിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മോസ്റ്റ് കോംപ്ലിക്കേഷൻസ് ഉണ്ടായത് അല്ലെങ്കിൽ മിറാക്കുലസ് ചേഞ്ചസ് ഉണ്ടായതൊക്കെ ഒന്ന് വിശദീകരിക്കാൻ പറ്റുമെന്ന്. അത് ഗ്രൂപ്പിൽ പലതവണ ചോദിച്ചിട്ടുണ്ട്, ഇവിടെ അടുത്തും ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പല വീഡിയോസ് ഞാൻ മുമ്പ് ചെയ്ത് വിട്ടിരുന്നു, സമയത്തിനനുസരിച്ച് ചെയ്യാറുണ്ട്. ഇന്ന് ഞാൻ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്, ആദ്യമായിട്ട് നമ്മൾ റൊക്കിയ ഫീൽഡിലേക്ക് എങ്ങനെ ഇറങ്ങി, അതുപോലെ ആദ്യം ഫസ്റ്റ് റൊക്കിയ ചെയ്തതും അതിൻ്റെ റിസൾട്ടും. അത് സക്സസ് സ്റ്റോറീസ് അൽഹംദുലില്ലാ. അത് 2008 ആദ്യം ഈ ഫീൽഡിലേക്ക് നമ്മൾ എത്തിയത് എങ്ങനെയാണ്? ഏകദേശം 2000-2001 കാലഘട്ടത്തിലാണ് ഞാൻ സൗദി അറേബ്യയിലേക്ക് ജോലി ആവശ്യാർത്ഥം പോകുന്നത്. അവിടെ ചെല്ലുന്നു, അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നു. അങ്ങനെ അൽഹംദുലില്ലാ നമ്മളെ ജോലിയുടെ നമ്മൾ മുന്നോട്ട് നീങ്ങുന്നു അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിലൂടെ. ഒപ്പം മതം പഠിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അങ്ങനെ മതം പഠിച്ചപ്പോൾ ആദ്യം ഒരു വർഷം ഏകദേശം ഇസ്ലാഹി സെൻ്ററൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുക മീൻസ് അവിടെ പോയ ക്ലാസ്സൊക്കെ കേൾക്കുക. പിന്നെ അത് ഒരു വ്യർത്ഥമാണെന്ന് ഏകദേശം ഒറ്റ വർഷം കൊണ്ട് എനിക്ക് മനസ്സിലാവുകയും 2002 തന്നെ ഞാൻ ഇസ്ലാഹി സെൻ്ററിൽ പോക്ക് നിർത്തുകയും ചെയ്തിരുന്നു. 2002 പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് കംപ്ലീറ്റ് സ്കോളേഴ്സിൻ്റെ ഗ്രന്ഥങ്ങൾ വായിക്കുക, ഇതാണ് എൻ്റെ രീതി. അങ്ങനെ വായിക്കുന്ന കൂട്ടത്തിൽ ഇമാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിൻ്റെ റഹിമഹുല്ലാഹു തആലയുടെ കിതാബു തൗഹീദ് എന്ന ഗ്രന്ഥമുണ്ട്. അതിൻ്റെ ഷറഹ് ഫത്ഹുൽ മജീദ് ഉണ്ട്. അതുപോലെ വേറെ ഗ്രന്ഥങ്ങളുണ്ട്, വേറെ ഷറഹുകളുണ്ട്. ഇതിലൊക്കെ പറയുന്നൊരു പോയിൻ്റാണ്, ഇതിൽ ഏകദേശം 7ഓളം ചാപ്റ്ററുകളിലാണ് സിഹിറിൻ്റെ അൻവാകൾ, ടൈപ്സുകളും അതിനുള്ള ട്രീറ്റ്മെൻറ്റും ഒക്കെ വിശദീകരിക്കുന്നത്. അങ്ങനെ വന്നപ്പോൾ ഈ റൊക്കിയ ചെയ്യുന്ന സമയത്ത് ഏത് ആയത്ത് ഓതണം, അത് പരിശുദ്ധ ഖുർആൻ ഈ ആയത്തുകൾ വെള്ളത്തിൽ ഓതിയിട്ട് അതുകൊണ്ട് കുളിക്കുക എന്നുള്ള സംഭവമൊക്കെ തഅബീ പണ്ഡിതന്മാർ, പിന്നെ അതുപോലെ തഅബീദ് പണ്ഡിതന്മാരിൽ നിന്നൊക്കെയുള്ള ഉദ്ധരണികൾ അതിൽ കാണുന്നത്. അപ്പോൾ അത് നമ്മുടെ നാട്ടിൽ ഇതെല്ലാം ഒരു മന്ത്രവാദം മറ്റുമായി തള്ളിവിട്ട് ഇത്തരം വിഷയങ്ങളൊക്കെ നിഷേധിക്കുന്ന കൂട്ടത്തിലാണല്ലോ. അപ്പോൾ ശരിക്കും റിയലി ഐ വാസ് കൺഫ്യൂസ്ഡ്, ഇതെന്താ ഇതൊരു സംഗതി. അങ്ങനെ കൂടുതൽ പഠിച്ചപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ആ ഫീൽഡിലുള്ള സ്കോളേഴ്സുമായിട്ട് സംസാരിച്ചു, അവരുടെ ട്രീറ്റ്മെൻറ്റിനെ എങ്ങനെയാണെന്ന് കണ്ടു, മനസ്സിലാക്കി. ഇങ്ങനെ വന്ന് ഏകദേശം 2007-2008 ഇതിൻ്റെ സജീവ ചർച്ചകളൊക്കെ നടക്കുന്നത് കേരളത്തിലൊക്കെ. അപ്പോൾ ഫേസ്ബുക്കും അതുപോലെ യാഹൂ ഗ്രൂപ്പിലൊക്കെയാണ് ചർച്ച ഉണ്ടാകുന്നത്. വാട്സപ്പ് ഒന്നും ആയിട്ടില്ല. അങ്ങനെ വന്ന സമയത്ത് ഒരു കേസ് നമ്മുടെ വീട്ടിൽ ഒരു അകന്ന ബന്ധു സുഹൃത്തുമായിട്ടുള്ള ഒരാളും അദ്ദേഹത്തിൻ്റെ വൈഫും കൂടെ വീട്ടിൽ വന്ന്, അവർക്ക് കല്യാണം കഴിഞ്ഞിട്ട് 16 വർഷമായിരുന്നു, അവർക്ക് കുട്ടികളില്ല. അങ്ങനെ ഇവർ വന്നിങ്ങനെ ഇരുന്ന് സംസാരിച്ചപ്പോൾ ഇത്തരം വിഷയങ്ങളൊക്കെ ഞങ്ങൾ സംസാരിച്ചപ്പോൾ അവരാദ്യം ഇങ്ങനെ കളിയാക്കി ചിരിക്കുന്ന രൂപത്തിലൊക്കെ ആയിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഒരു ഹദീസ് ഇങ്ങനെയുണ്ട്, അബോർഷൻസ് ഉണ്ടാകുന്നത് കാരണം അവർക്ക് ഗർഭധാരണം ഇല്ലാത്ത ഫ്രീക്വൻ്റ് ആയിട്ട് അബോർഷൻസ് ഉണ്ടാകുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഹദീസ് ഉണ്ട്, അതിൽ അബോർഷൻസ് ഉണ്ടാകുന്നത് ജിന്നുകൾ കാരണമാണ് എന്നുള്ളതുണ്ട് എന്ന് പറഞ്ഞു. ആ ഹദീസ് ഞാൻ എടുത്ത് കാണിച്ചു കൊടുത്തു. സ്കോളേഴ്സ് ആ ഹദീസിനെ വിശദീകരിക്കുന്ന ഭാഗം ഞാൻ കാണിച്ചു കൊടുത്തു. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും അല്പം ഗൗരവം വരികയും അവരിതിനെക്കുറിച്ച് അന്വേഷിക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തു, നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, വീട്ടിൽ ടേപ്പ് റെക്കോർഡ് ഉണ്ടെങ്കിൽ, അന്ന് CD വ്യാപകമായിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നത്, ടേപ്പ് റെക്കോർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ അൽ-ബഖറ സൂറയുടെ ദിവസം ചെവിയിൽ ഹെഡ്സെറ്റ് വെച്ചിട്ട് ഒന്ന് കേൾക്കുക. അങ്ങനെ ഞാൻ പറഞ്ഞു കൊടുത്ത് വിട്ട് അവർ എൻ്റെ വീട്ടിൽ നിന്ന് പോയപ്പോൾ തന്നെ അവരെന്ത് ചെയ്യുന്നു, അവർ ടേപ്പ് റെക്കോർഡറൊക്കെ വാങ്ങിച്ച് കൊണ്ടുപോയി. അങ്ങനെ ഒരു ഏകദേശം കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ്, ഒരു മാസങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവരുടെ വീട്ടിൽ പോയി. അന്ന് ഞങ്ങളൊരു പുതിയൊരു കാറ് വാങ്ങിച്ചു, മിത്സുബിഷി ലാൻസർ കാറ് വാങ്ങിച്ചപ്പം അതുകൊണ്ട് അവരുടെ വീട്ടിലേക്ക് പോയി. അവരെ വീട്ടിൽ ചെന്നപ്പം ഇവൻ്റെ വൈഫ്
റെസ്റ്റിലാണ്, ബെഡ് റെസ്റ്റിലാണ്. ഡോക്ടർ പറഞ്ഞു ബെഡ് റെസ്റ്റ് എടുക്കണമെന്ന്. അപ്പോൾ എന്താ കാര്യം ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അവൾക്ക് വിശേഷമുണ്ട്. ഓഹോ മാഷാ അല്ലാഹ്. ഇപ്പം ഞാൻ ചോദിച്ച്, ഇപ്പം നിങ്ങൾ മരുന്നോ ഇഞ്ചക്ഷൻ എന്തെങ്കിലും എടുത്തിരുന്നോ അടുത്ത്? ഇല്ല, ഒന്നുമില്ല. ഇവിടെ കഴിഞ്ഞ 3 മാസമായിട്ട് എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ? ഒന്നുമില്ല. അപ്പം ഞാൻ അന്ന് നിങ്ങളോട് പറഞ്ഞിരുന്നു അൽബക്ര സൂറത്ത് ദിവസം കേൾക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു. അത് നിങ്ങൾ കേട്ടിരുന്നു വെച്ചു. കേട്ടിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഈ അൽബക്ര സൂറത്ത് കേട്ടത് കൊണ്ടാണ് ഇപ്പോൾ ഇവൾക്ക് അബോർഷൻസ് ഇല്ലാതെ ഒരു പ്രഗ്നൻസി ആയത് എന്ന്. മറ്റേ അബോർഷൻസ് ഉണ്ടാവുന്നു മാത്രമല്ല പ്രഗ്നൻ്റ് ആവുന്നില്ല. ഉണ്ടായാൽ തന്നെ അത് 3-4 അബോർഷൻ ആയി പോയിട്ടുണ്ട്. പക്ഷേ പ്രഗ്നൻസി ആവുന്നേ ഇല്ല. അപ്പോൾ ഇപ്പോൾ പ്രഗ്നൻസി ആയതിൻ്റെ പിന്നിൽ ഈ അൽബക്ര സൂറത്ത് കേട്ടത് കൊണ്ടാണ് എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നല്ല മാന്യമായിട്ട് സംസാരിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം പറഞ്ഞു അതേ ഒരു കാരണം കാണുന്നുള്ളൂ, മറ്റൊരു റീസണും ഇതിൻ്റെ പിന്നിലില്ല എന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, എങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും, ഈ അൽബക്കറ സൂറത്ത് കേൾക്കുക എന്നുള്ളത് അങ്ങോട്ട് തുടരുക. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കുഞ്ഞിക്കാല് കാണുന്നത് വരെ ഇത് അങ്ങോട്ട് തുടരുക. അങ്ങനെ പറഞ്ഞു കൊടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ പോരാൻ ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് എൻ്റെ വൈഫ്, ഇപ്പം ഞാൻ ഇദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ എൻ്റെ വൈഫ് അദ്ദേഹത്തിൻ്റെ വൈഫിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ വൈഫ് എന്നോട് പറഞ്ഞു, ഇഫ്സുക്ക നിങ്ങൾ ഇവൾക്കൊന്ന് റൊക്കിയ ചെയ്തു നോക്കാം. അപ്പോൾ റൊക്കിയെന്ന് നമ്മളങ്ങനെ പുറത്തേക്ക് ചെയ്യുന്നില്ല. നമുക്ക് എന്തെങ്കിലും ഊതൊക്കെ ചെയ്യുക. ഇപ്പോൾ നമുക്ക് കുട്ടിയൊക്കെ സുഖമില്ലെങ്കിൽ നമ്മൾ ഓതി കൊടുക്കുക, അങ്ങനത്തെ ഒക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങളൊന്ന് റൊക്കിയ ചെയ്തു നോക്ക് എന്ന് പറഞ്ഞതിനോട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞതിനോട് ശരി ഞങ്ങളൊന്ന് റൊക്കിയ ചെയ്തേന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇത് ചെയ്തു. അദ്ദേഹത്തിൻ്റെ വൈഫും ഇവിടെ ഞാനും എൻ്റെ വൈഫും എൻ്റെ മക്കളൊക്കെ ഇരുന്നിട്ട്, അന്ന് ശരിക്കും എല്ലാ ആയത്തുകളും ഞാൻ കാണാതെ പഠിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ എല്ലാം കാണാതെ പഠിച്ചിട്ടില്ല. പക്ഷേ ബുക്ക് എൻ്റെ കാറിലുണ്ടായിരുന്നു. കാരണം ഇത്തരം ചർച്ചകളൊക്കെ നടക്കുന്നതുകൊണ്ട് ആ ബുക്ക് എൻ്റെ കാറിലുണ്ടായിരുന്നു. ഞാൻ കാറിൽ നിന്ന് ആ ബുക്ക് കൊണ്ടുവന്ന് ഈ ആയത്തുകൾ നോക്കി ഓതുന്നത്. അങ്ങനെ ഞാൻ ഓതുന്ന സമയത്ത് അങ്ങോട്ട് ഞാൻ ഇപ്പം നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത് പോലെ ഈ സംസാരിക്കുന്നത് പോലെ ഇതേ ശബ്ദത്തിൽ അങ്ങോട്ട് ഓതുന്ന സമയത്ത് ഇവള് ഈ ആയത്ത് ഓതുന്ന സമയത്ത് ഒരു അസ്വസ്ഥത കാണിക്കുന്നത്, ഈ ആയത്തിൽ ഈ ഭാഗത്ത് എത്തുമ്പോൾ അസ്വസ്ഥത കാണിക്കുന്നത്. അപ്പോൾ ഞാനിത് നിരന്തരം ഓതുന്നതോടുകൂടി ഇവള് ഭയങ്കരമായിട്ട് വയലൻ്റായി, ആകെ കൂടെ ഇളകലും കൂവലും കുടിച്ചിലും കരച്ചിലും അതുപോലെ ഛർദിക്കലും വൊമിറ്റിംഗ് ഒക്കെ. അങ്ങനെ ആകെ കൂടെ മൈൻഡ് പോയി ആകെ കൂടെ. അപ്പം ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നതാണ് ശൈത്താൻ ഹാജറാവുന്നു, സിഹർ ഹാജറാവുന്നു. അപ്പം നമ്മൾ ആ ഫുൾ പവറിൽ ഇങ്ങനെ ഓതുകയാണ്, ശ്വാസം വിടാതെ ഓതി ഏകദേശം 1.5 മണിക്കൂർ 2 മണിക്കൂറും ഓതി. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവിടെ കണ്ട് എണീറ്റിരുന്നിട്ട്, എന്താ ഓതാണ് നിങ്ങൾ? നമ്മൾ ഓതി തുടങ്ങിയിരുന്നല്ലോ അല്ലേ, പിന്നെ എനിക്ക് ഒന്നും ഓർമ്മയില്ല, ഞാനൊന്ന് ഉറങ്ങി തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്താ ചെയ്ത്, ഞാൻ വയലൻ്റ് ആയോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു നിൻ്റെ ഹസ്ബൻഡിനോട് ചോദിച്ചു നോക്ക്. ഹസ്ബൻഡ് പറഞ്ഞു നീ എന്താണ് ചെയ്തത്, നീ എന്തൊക്കെ കാണിച്ചു കൂടി നോക്കുക, വീഡിയോയിൽ ഞാൻ എല്ലാം കംപ്ലീറ്റ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, നീ എന്തൊക്കെ ചെയ്തത്, ഈ ഛർദ്ദിച്ചതൊക്കെ നീയല്ലേ ഛർദ്ദിച്ചത്, ഇതെല്ലാം തട്ടിമറിച്ച് ഭയങ്കര അലകുലമായി. റിയലി ഞാൻ അങ്ങനെയൊക്കെ ചെയ്തോ ചോദിച്ചു. അപ്പോൾ എൻ്റെ മക്കളോടൊക്കെ ചോദിച്ചു, എടി കുട്ട അങ്ങനെയൊക്കെ ചെയ്തോ എന്നൊക്കെ ചോദിച്ചാൽ ഇവിടെ കളിയിൽ. എനിവേ ഞാൻ പറഞ്ഞു ഇതാണ് ഫസ്റ്റിലെ റൊക്കിയ. ഇതിന് ശേഷം പിന്നെ ഒരു 1 more ടൈം കൂടി ഞാൻ അവർക്ക് റൊക്കിയ ചെയ്തിട്ടുണ്ട്. അൽഹംദുലില്ലാ അന്ന് അവർക്ക് ആ ഗർഭം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് അത് പിന്നീട് വളരുകയും വലുതാവുകയും പ്രസവിക്കുകയും ചെയ്തു. ആ കുഞ്ഞ് ഇന്ന് +1 +2 പഠിക്കുന്ന സ്റ്റുഡൻ്റാണ്. അത് ഒരു പ്രവാചകൻ്റെ പേരാണ് ആ കുഞ്ഞിന് അദ്ദേഹത്തിൻ്റെ പിതാവ് നൽകിയത്. ഇതാണ് എൻ്റെ ഫസ്റ്റിലെ റൊക്കയുടെ അനുഭവം. ആൻഡ് അതൊരു സക്സസ് കേസുമാണ്. അൽഹംദുലില്ലാ ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീ. ഇൻഷാ അല്ലാഹ് ഇതുപോലെ സക്സസ് കേസുകളും ഒക്കെ ചെറിയ ക്ലിപ്പുകളായിട്ട് സമയം കിട്ടുന്ന സമയത്ത് ഞാൻ പോസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് മുമ്പും കുറേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, എൻ്റെ ചാനലിൽ കിടക്കുന്നുണ്ട്. ബാക്കിയുള്ള കേസും കൂടി ഇൻഷാ അല്ലാഹ് ഞാൻ ഇതുപോലെ ആളുകൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ സംസാരിച്ചോളാം. അസ്സലാമു അലൈക്കും.